ഹലോ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ ഉള്ളത് ഞാൻ ട്രാവൽ പരിപാടി കാര്യങ്ങളായിട്ട് അല്ലെങ്കിൽ വ്ളോഗ് എടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു പ്ലാനുമായിട്ട് വന്നതല്ല കേട്ടോ. നമ്മളൊരു ഷൂട്ട്, ഒരു റിസോർട്ടിൻ്റെ അഡ്വർടൈസ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് 2 ദിവസത്തെ ഷൂട്ടിന് വേണ്ടിയിട്ട് വന്നതാണ്. സ്ഥലം കട്ടപ്പന. ഏതാണ് റിസോർട്ട്, എന്താണ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. രാവിലെ തന്നെ വെളുപ്പിന് എപ്പോഴും എണീറ്റ് ഒരു 4 മണി 3:45 എണീറ്റ് 4 മണിയായപ്പോൾ നമ്മൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് ഡ്രോയിങ്ങും കുറച്ച് പരിപാടികൾ എക്സ്ട്രാ ഉണ്ടായിരുന്നു മേക്കപ്പിൽ. സോ നമ്മൾ അത്രയും നേരത്തെ എണീറ്റ് ഏർലി മോർണിംഗ് ഒരു 6 മണിക്ക് നമ്മൾ ഷൂട്ടും സ്റ്റാർട്ട് ചെയ്യണം. സോ നേരത്തെ എണീറ്റ് പരിപാടി സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അനിലേട്ടനാണ് നമ്മുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ്. അതുപോലെ അമിത ചേച്ചിയാണ്, കോട്ടയത്താണ് ചേച്ചിക്കൊരു ബൊട്ടിക്കൊക്കെ ഉണ്ട്. അമിത ചേച്ചിയാണ് നമ്മുടെ കോസ്റ്റ്യൂം ഡിസൈനർ. ഈ അടിപൊളി കോസ്റ്റ്യൂം ചേച്ചിയാണ് പ്രത്യേകം ഭയങ്കര എഫേർട്ടൊക്കെ എടുത്ത് ഡിസൈൻ ചെയ്തതാട്ടോ, ഒരുപാട് സമയമൊക്കെ എടുത്ത്. അതുപോലെ അനിലേട്ടനാണെങ്കിലും എനിക്ക് മേക്കപ്പ് ഭയങ്കര ഇഷ്ടമായിട്ടോ, വെരി നാച്ചുറലായിട്ട് തന്നെ ചെയ്തു. പക്ഷേ എനിക്ക് ഏറ്റവും മാച്ച് ആവുന്ന രീതിയിൽ എനിക്ക് ഭയങ്കരമായിട്ട് മേക്കപ്പ് ഇഷ്ടമായി ആളുടെ. അനിലേട്ടൻ്റെ വീട് എറണാകുളത്താണ്. യെസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ലൊക്കേഷൻ, നമ്മുടെ റിസോർട്ടിൻ്റെ മെയിൻ ഹൈലൈറ്റ് ഈ ഒരു വാട്ടർഫോൾ ആട്ടോ. പെട്ടെന്ന് ഞാൻ അങ്ങോട്ടേക്ക് ലൊക്കേഷനിലെത്തി. തലേദിവസം എത്തിയത് നമ്മൾ നൈറ്റ് എത്തിയത്. തലേദിവസം നമ്മൾ ഷൂട്ടിനായിട്ട് എത്തി. ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, പിറ്റേ ദിവസം നടക്കാനുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ളൊരു ഗ്രൂപ്പ് ഡിസ്കഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഏറ്റവും ആദ്യം ഓടി വന്നത് ഈ വ്യൂ കാണാൻ വേണ്ടിയിട്ടാട്ടോ. ഞാൻ ആ നൈറ്റ് അങ്ങോട്ട് കയറി ചെന്നപ്പോഴത്തേക്ക്, അതായത് ഈ വ്യൂവിൻ്റെ അടുത്തേക്ക് കയറി ചെന്നപ്പോഴത്തേക്ക് എനിക്ക് പെട്ടെന്ന് മനസ്സിൽ വന്നത് സിനിമയ്ക്കൊക്കെ സെറ്റ് ഇട്ടേക്കുന്ന പോലെ ഒരു സംഭവമാണ് തോന്നിയത്. സത്യം പറഞ്ഞാൽ അതുപോലെ തോന്നുകയും ചെയ്യും. ഭയങ്കര ഭംഗിയാണ്. അത് നേരിട്ട് കാണുന്ന ആ ഒരു ഭംഗി എന്ന് പറയുന്നത് വേറെ തന്നെയാണ് കേട്ടോ. ഈ വീഡിയോയിലേക്കാളും ഇരട്ടി ഭംഗിയുണ്ട് നേരിട്ട് കാണാനായിട്ട്. ഇതാണ് നമ്മുടെ റിസോർട്ടിൻ്റെ ഫ്രണ്ട് വ്യൂ കാര്യങ്ങളൊക്കെ. ഒരു ഫാമിലിക്കും ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഗ്രൂപ്പൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ ചില്ല് ചെയ്യാൻ പറ്റിയ അടിപൊളി സ്ഥലമാട്ടോ. നമ്മളൊരു 1-2 കോസ്റ്റ്യൂമിലൊക്കെ ഫോട്ടോഷൂട്ടും സ്റ്റിൽ ഷൂട്ട് വേറെ ഉണ്ടായിരുന്നു, അതുപോലെ വീഡിയോ ഷൂട്ടും ഉണ്ടായിരുന്നു. വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല. ഫോട്ടോഷൂട്ട് ചെയ്ത് അതിൻ്റെ ഔട്ട് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അടിപൊളി പിക്ചേഴ്സാട്ടോ. അവിനാശ് ചേട്ടനായിരുന്നു ഫോട്ടോഗ്രാഫർ. പിന്നെ കുറേ ഇൻഡോർ പിക്ചേഴ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതൊന്നും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല, ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇത് ഏകദേശം ഒരു 5.5 ഏക്കറിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഇരിക്കുന്നത്. പുറത്തൊരു അടിപൊളി മീൻകുളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുളത്തിൽ നിറയെ മീനുകളും ഉണ്ട് കേട്ടോ. നമുക്ക് അതിൽ നിന്ന് ഒരു മീനെ പിടിച്ച് ഗ്രില്ല് ചെയ്ത് തരുകയൊക്കെ ചെയ്തു. നല്ല സൂപ്പർ ടേസ്റ്റൊക്കെ ആയിരുന്നു. അതുപോലെ അവിടെ ഉടനെ തന്നെ ഇതിപ്പം സ്റ്റാർട്ട് ചെയ്യുന്നതേ ഉള്ളൂ. കുറച്ച് ഗസ്റ്റുകളൊക്കെ അവിടെ വന്നിട്ടുണ്ട്, പക്ഷേ അവർ പബ്ലിഷ് ചെയ്ത് തുടങ്ങിയിട്ടില്ല, മാർക്കറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ കാര്യങ്ങളൊക്കെ വെച്ചാണ് അവർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഇത് കൂടാതെ അവിടെ കൂടുതൽ ഈ ഒരു വീട് പോലത്തെ സംഭവമാണ്. അപ്പം അത് കൂടാതെ വേറെയും ഓരോ ഹട്ടുകൾ, അതുപോലെ പാർട്ടി ഹാളൊക്കെ അവിടെ ഭാവിയിലേക്ക് വരുന്നതാണ്. ഉടനെ തന്നെ എൻ്റെ പണി കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് തോന്നുന്നത്. ശരിക്കും സൂപ്പർ പ്രൈവസി ആട്ടോ ഈ ഒരു പ്രോപ്പർട്ടിയിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. കാരണം ഇതിൻ്റെ ചുറ്റും വേറെ ഒരു തരത്തിലുള്ള ശബ്ദങ്ങളോ അല്ലെങ്കിൽ വേറെ പ്രോപ്പർട്ടീസോ വീടുകളോ ഒന്നുമില്ല. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ലോകം തന്നെയാണ്. ഇതിൻ്റെ വഴിയിലേക്ക് കയറുന്നതിന് മുമ്പ് കുറച്ച് വീടുകളുണ്ട്, പക്ഷേ അവിടെ അങ്ങോട്ടേക്ക് ഒരു ബന്ധം തീരെ വരുന്നില്ല. ഒരു വ്യൂവോ അല്ലെങ്കിൽ ശബ്ദങ്ങളോ ഒന്നും ഇങ്ങോട്ടേക്ക് എത്തത്തില്ല. നല്ല പ്രൈവസി ഉള്ളൊരു സ്ഥലമാണ്. പിന്നെ ഏറ്റവും എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അവിടുത്തെ നമുക്ക് കുക്ക് ചെയ്ത് തരുന്ന ചേട്ടൻ്റെ കാര്യമാണ്. ഭയങ്കര സൂപ്പർ ഫുഡാണ്. നല്ല നാടൻ ഫുഡൊക്കെ ചേട്ടൻ അടിപൊളിയായിട്ട് ഉണ്ടാക്കും. ഞങ്ങൾ നാടൻ ഫുഡാണ് അവിടെ ചെന്നിട്ട് കൂടുതൽ കഴിച്ചത്. 2 ദിവസം ശരിക്കും എന്താ പറയുക, നമ്മൾ റിലാക്സ് ചെയ്ത് ഒരു ട്രിപ്പ് വന്ന മൂഡും കൂടെ ആ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. ചില വർക്കിന് പോകുമ്പോഴത്തേക്ക് നമ്മൾ വർക്കിന് വേണ്ടി തന്നെ വന്നതാന്നുള്ളൊരു മൈൻഡാണ്. പക്ഷേ ഇതിപ്പോൾ ഒരു റിസോർട്ട് ഷൂട്ടുകൾ എനിക്ക് കൂടുതൽ ഇഷ്ടമാണ്. ഞാൻ അത്യാവശ്യം റിസോർട്ടിൻ്റെ ഒക്കെ അഡ്വർടൈസ്മെൻറ്റ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇത് സ്പെഷ്യൽ ഷൂട്ടായിരുന്നു കേട്ടോ. എനിക്ക് കൂടെയുള്ള എല്ലാവരും, നമ്മുടെ അനിലേട്ടനാണെങ്കിലും അമിത ചേച്ചിയാണെങ്കിലും അനൂപേട്ടനാണെങ്കിലും ക്രിസ്റ്റഫർ നമ്മുടെ ഡയറക്ടറാണ്, ഒരുപാട്
ഒരുപാട് പേരുണ്ടായിരുന്നു. നമ്മുടെ ക്രൂ അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു. അപ്പം ആട്ടിലെ ചേട്ടന്മാരും എല്ലാവരും ഭയങ്കര കമ്പനിയായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരോടും സംസാരിച്ച് ഭയങ്കര ഒരു എന്താ പറയുക, എല്ലാവരുമായിട്ട് നല്ല അടുപ്പമൊക്കെ ആയിരുന്നു. അതുകൊണ്ട് പിന്നെ ദേ നമ്മുടെ കുക്ക് ചേട്ടൻ പഴംപൊരി ഉണ്ടാക്കിക്കൊണ്ടിരിക്കും കേട്ടോ. ഞാൻ ഇത് പ്രോപ്പറായിട്ടൊരു വ്ളോഗ് പോലെ അല്ല ഈ വീഡിയോസ് എടുത്തിരിക്കുന്നത്. എല്ലാം കണക്ട് ചെയ്താണ് ഇപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ വെച്ചിരിക്കുന്നത്. ബിക്കോസ് എനിക്ക് ഷൂട്ടിൻ്റെ ഇടയ്ക്ക് ആയ കാരണം കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് വീഡിയോ എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. സോ ഞാൻ അവിടെ നിന്നൊക്കെയാണ് വീഡിയോസ് എടുത്തിരിക്കുന്നത്. ഇത് വൈകുന്നേരത്തെ 4 മണിക്കത്തെ ചായക്കുള്ള സ്നാക്ക് റെഡിയാക്കുക കേട്ടോ ചേട്ടൻ. നമ്മുടെ റിസോർട്ടിൻ്റെ പേര് ഉറവയാണ്. ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ മറന്നുപോയി. നമ്മുടെ റിസോർട്ടിൻ്റെ പേര് ഉറവ റിസോർട്ട്. ഇത് കട്ടപ്പനയിലാണ് പ്രോപ്പർ സ്ഥലം പറയുകയാണെങ്കിൽ നരിയമ്പാറ എന്ന് പറയും. ഇത് അടുത്ത വീഡിയോ ഈവനിങ്ങിലേക്കുള്ള ഡിന്നറിനുള്ള പൊറോട്ടയാണ്. ചേട്ടൻ എന്ത് വേണമെന്ന് നേരത്തെ തന്നെ വന്ന് ചോദിക്കും. പൊറോട്ട വേണോ, ചപ്പാത്തി വേണോ, കപ്പ വേണോ. നമുക്ക് കപ്പയും മീൻകറിയൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ ചിക്കൻ കറിയും കപ്പയൊക്കെ ഉണ്ടായിരുന്നു, പൊറോട്ട ഉണ്ടായിരുന്നു. എല്ലാം അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഒരാളിവിടെ നിൽപ്പുണ്ട് കിച്ചണിൽ പൊറോട്ട അടിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കി പഠിക്കാൻ വേണ്ടിയിട്ട് അവിടെ തന്നെ നിൽക്കുകയാണ്. ആളെന്തായാലും പഠിച്ചെടുത്തിട്ടോ. വീട്ടിൽ ചെന്നിട്ട് ആൾ പൊറോട്ടയൊക്കെ ഉണ്ടാക്കി. എന്തായാലും സംഭവം സക്സസ് ആയി. ഇതിപ്പോൾ നമ്മൾ ഷൂട്ടെല്ലാം കഴിഞ്ഞിട്ട് വൈകുന്നേരം ഒരു 6 മണി 6:30 വരെയായിരുന്നു ഫസ്റ്റ് ഡേ ഷൂട്ട് ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ നമ്മളൊരു ക്യാമ്പ് ഫയർ ഒക്കെ ചെയ്തു. നമുക്ക് വേണ്ടി തന്നെ ഞങ്ങളെല്ലാവരും കൂടെ കൂടിയിട്ടാട്ടോ ഒരു ക്യാമ്പ് ഫയർ ഒക്കെ ഇട്ടത്. പിന്നെ അതെ ഈ ഒരു നല്ല തണുപ്പും ഉണ്ടായിരുന്നു. ഈ ഒരു വ്യൂ ഒക്കെ നോക്കി നിൽക്കാൻ ഭയങ്കര രസമായിരുന്നു. ഇത് പിറ്റേ ദിവസത്തെ ക്ലിപ്പാട്ടോ. ഞാൻ പറഞ്ഞില്ലേ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെയാണ് ഈ വീഡിയോ റെഡിയാക്കിയിരിക്കുന്നത്. ഇതാണ് നമ്മുടെ മീൻകുളം. നിറച്ച് മീനുണ്ട്. ഗൗര മീനുണ്ട്. പിന്നെ ബ്ലാക്ക് കളറുള്ള മീൻ ഏതാ? ഇത് ഞാൻ ടോപ്പിൽ നിന്ന് എടുത്തിരിക്കുന്ന വ്യൂ ആട്ടോ. നല്ല ഭംഗിയില്ലേ കാണാൻ. നമ്മൾ ഈവനിങ്ങിൽ കുറച്ച് ഷോട്ടുകളാണ് ഇപ്പോൾ ഈ കാണുന്നത്. വേറൊരു കോസ്റ്റ്യൂമിൽ, കാഷ്വൽ കോസ്റ്റ്യൂമിൽ നമുക്കൊരു തീം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ആ ഗ്രീൻ വെച്ച് ഷൂട്ട് ചെയ്തത് ഒരു പ്രത്യേക തീം ഒരു കോൺസെപ്റ്റിലാണ് അത് ചെയ്തത്. അത് കൂടാതെ ചെയ്യുന്ന കുറച്ച് ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെയാണ്. ഇത്ര മനോഹരമായിട്ടുള്ളൊരു സ്ഥലമായ കാരണം എനിക്ക് എന്തായാലും എൻ്റെ യൂട്യൂബിൽ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ വർക്കിന് വന്നിരിക്കുന്നതായ കാരണം എനിക്ക് അതിനു വേണ്ടി തന്നെ നിൽക്കാനും പറ്റത്തില്ല. വർക്കിലാണല്ലോ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഞാൻ ഡോൺ എനിക്ക് കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു തന്നു. അതൊക്കെ വെച്ചിട്ട് ഒന്ന് സെറ്റപ്പ് ചെയ്തിരിക്കുന്നതാണ്. ഇത്ര നല്ലൊരു സ്ഥലം എനിക്ക് എൻ്റെ യൂട്യൂബിലൂടെ കാണിച്ചില്ലെങ്കിൽ എങ്ങനെയാണ് ശരിയാവുക? അപ്പോൾ അത് മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ഇങ്ങനെ ആക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫൈനൽ ടൈമിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ അവസരത്തിൽ ചെറിയ 2-3 പേർക്ക് നമ്മൾ നന്ദി പറഞ്ഞതിനെ മോശമാണ്. പ്രത്യേകിച്ച് നമുക്ക് ആദ്യം ഫുഡ് ഉണ്ടാക്കി തന്ന ചേട്ടനാണ്. നല്ല ഫുഡായിരുന്നു. നമ്മളിവിടെ വരുന്നതിന് മുമ്പ് എല്ലാവർക്കും ഒരു വിഷമം ഉണ്ടായിരുന്നു, എങ്ങനെ ഫുഡ് പുറത്തുനിന്ന് വാങ്ങും, ഷൂട്ടൊക്കെ എല്ലാം കൂടെ. അപ്പോൾ അത് വമ്പൻ ട്രീറ്റ് പോലെ നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നല്ല ഫുഡ്. ഓക്കെ. പിന്നെ ഇതെല്ലാം വളരെ നന്നായിട്ട് നടത്തിയ ബിനിച്ചേട്ടൻ ബ്രെഡ് സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് വന്നു. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എനിക്ക് ഇത്രയും ക്ലിപ്സ് കാര്യങ്ങളൊക്കെയാണ് ഷൂട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ. പിന്നെ ഇവിടുത്തെ മെയിൻ ആ ഒരു വ്യൂ പോയിൻറ്റും പിന്നെ ഇതിൻ്റെ ഉള്ളിലെയും പുറത്തെയും അത്യാവശ്യം കാഴ്ചകൾ എനിക്ക് ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടുണ്ട്. സോ ഈ പ്രോപ്പർട്ടി കണ്ട് ഇഷ്ടപ്പെട്ട്, ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് നിങ്ങൾക്കാർക്കെങ്കിലും ഈ റിസോർട്ടിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ പേഴ്സണലി എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.